നമ്മുടെ കുട്ടികളിൽ ചില വൈകല്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ വൈകല്യങ്ങൾ കാണുമ്പോൾ മാതാപിതാക്കൾ വളരെ അസ്വസ്ഥരാകാറുണ്ട്. ചിലപ്പോൾ ശാരീരിക വൈകല്യമാകാം, ചിലപ്പോൾ ബൗദ്ധിക തലത്തിലുള്ള വൈകല്യമാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വൈകല്യങ്ങളാകാം. ഇങ്ങനെ പല രീതിയിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടിങ്ങനെ വൈകല്യം ഉണ്ടായി? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലെങ്കിലും അങ്ങനെ ചോദിക്കുന്നത് വളരെ ന്യായമാണ്. അങ്ങനെയുള്ള എല്ലാ വൈകല്യങ്ങളെയും കുറിച്ചല്ല ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു വൈകല്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്, പഠന വൈകല്യം. ഈ പഠന വൈകല്യം നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഈ വൈകല്യം ഉണ്ടാകുന്നു? ഈ വൈകല്യങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അതിന് എങ്ങനെ റെമഡിയൽ മെഷേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ആ കുഞ്ഞുങ്ങളെ നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് സാധിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്കായിട്ട് നമ്മെ സഹായിപ്പാൻ വന്നിരിക്കുന്നത് മിസ്സസ് മറിയാമ്മ ഇറ്റേറാണ്. മറിയാമ്മ മാർത്തോമ ഗൈഡൻസ്, എറണാകുളത്തുള്ള മാർത്തോമ ഗൈഡൻസ് സെൻറ്ററിലെ സ്പ്രിംഗ് ഫീൽഡിംഗ് തെറാപ്പി സെൻറ്ററിലെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റായിട്ടും സൈക്കോളജിസ്റ്റായിട്ടും പ്രധാന മെൻറ്ററായിട്ടും ഇവിടെ വർക്ക് ചെയ്യുകയാണ്. മറിയാമ്മയെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളിൽ പല രീതിയിലുള്ള വൈകല്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റി പലപ്പോഴും ഒരു വൈകല്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പല മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകർ പോലും ഇങ്ങനെയുള്ളൊരു വൈകല്യം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് താൻ. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അല്പമായിട്ടൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതായത് ഒരു ഡിസീസ് അല്ല, അതോ ഒരു സെൻസറി ഇഷ്യൂസ്, അതായത് കണ്ണിൻ്റെ, ചെവിയുടെ അല്ലെങ്കിൽ ചലന ബുദ്ധിമുട്ടുകളുടെ വൈകല്യം കൊണ്ട് അല്ലാതെ വരുന്ന പഠനത്തിനുള്ള ബുദ്ധിമുട്ടിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാറ്റഗറിയിൽ വരുന്നത്. നേരത്തെ ഇങ്ങനെയൊരു ഈ ഒരു ഡിസബിലിറ്റിയെ RPWD ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. റീസെൻ്റ്ലി 2006 അങ്ങനെ ഒരു ചെറിയ സംരംഭം അങ്ങനെ ഉണ്ടായതും അതുകൊണ്ട് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയും കൂടി ആ ഒരു ഡിസബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനിടയായി. ഇപ്പോഴാണ് ഇതിനെ ഒരു ഡിസബിലിറ്റി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണെന്നാ പറഞ്ഞതല്ലേ? ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണ്. അതപ്പോൾ ഒരു ജന്മന ഉണ്ടാകുന്നതാ? അത് ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ജന്മന ഉണ്ടാകുന്നതാകാം. അതായത് ഡിഫറെൻറ്റ് കോസസ് ഇതിനുണ്ട്. ഒന്ന് മെഡിക്കൽ കോസസ് ഉണ്ട്, പിന്നെ സോഷ്യൽ കോസസും ഉണ്ട്. മെഡിക്കൽ കോസസിൻ്റെ ലിസ്റ്റിൽ വരുന്നത് ഡെവലപ്മെൻ്റൽ ഡിലേ, അതായത് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചില ന്യൂനതകൾ കൊണ്ട് ബ്രെയിനിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകാതെ വരികയും അത് സംബന്ധമായിട്ട് ഡിലേ ഇൻ ഡെവലപ്മെൻറ്റ് വരികയും അത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും. അതാണ് ഒരു കാരണം. ഡിലേഡ് ഡെവലപ്മെന്റ് ഉണ്ട്, ഇതുപോലെയുള്ള പ്രോബ്ലം ഉണ്ടാകാം എന്ന ഒരു പ്രധാന കാരണം. ഡിലേഡ് ഡെവലപ്മെൻറ്റിന് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. അതുകൊണ്ട് ഡിലേഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി തന്നെയാണ്. ഇൻ കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി വരുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ഡിലേഡ് ഡെവലപ്മെൻറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. അതായത് പ്രീനേറ്റൽ കോസസ് കാണും, അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ കോസസ് കാണും, അല്ലെങ്കിൽ പെരിനേറ്റൽ കോസസ് കാണും. ഈ മൂന്ന് അവസ്ഥകളും കൊണ്ട് ഉണ്ടാകുന്ന
ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് കൊണ്ട് ഈ ലേണിംഗ് ഡിസബിലിറ്റി റിസൾട്ട് ചെയ്യാം. അതാണ് ഒരു കോസ്. പിന്നെ ഡിഫറെൻറ്റ് ഡ്രഗ്സ് കൊണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ പോയ്സണിങ്, അത് ലെഡ് പോയ്സണിങ്, കാഡ്മിയം പോയ്സണിങ്. അത് ഈ ആൻറ്റിബയോട്ടിക് പോലെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലത്തിനുള്ള മെഡിസിൻസ് കഴിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കോസസിൻ്റെ കാര്യത്തിൽ പോയ്സണിങ്, അതായത് ഇപ്പോഴത്തെ ജീവിതശൈലിയോട് അനുബന്ധിച്ചുള്ള അനേകം പ്രിസർവേറ്റീവുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് പോയ്സൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഫുഡ് പ്രിസർവേറ്റീവ്സിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ, അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ കളർ ചേർത്തുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ മറ്റ് കേടുകൂടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെയും ഇതിൻ്റെ ഒരു റീസണായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സാധ്യതയുണ്ട്. അപ്പം മെഡിസിൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് കോസസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നുണ്ടാകാവുന്നത് സോഷ്യൽ കോസസ്, അതായത് കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന സമയം മുതൽ പുറത്തു വരുന്ന സമയം, അല്ലെങ്കിൽ ഇനി ഇൻഫൻസി സ്റ്റേജസിൽ കുട്ടിയുടെ എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ പരിതസ്ഥിതിയിൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്യാം. അതായത് ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഫാമിലി അറ്റ്മോസ്ഫിയർ അവിടെ ഒരു അൺഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ അൺഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? നല്ല സാധ്യത. അതെല്ലാം റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഈ കാര്യത്തിനെല്ലാം വളരെ കോസ് ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. ഈ നമ്മുടെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം, നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന ചില പോയ്സൻ്റെ കണ്ടൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് മാൽന്യൂട്രീഷനും ഭാഗമായിട്ടുണ്ടാകാം. എസ്പെഷ്യലി ഡ്യൂറിങ് വെൻ ദ ചൈൽഡ് ഇസ് ഇൻ ദ വൂം, ആ ടൈമിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ മന്ത്സിലുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം, എൻവയോൺമെൻറ്റൽ പ്രോബ്ലം കൊണ്ടുണ്ടാകും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ശരിക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതൊന്ന് വ്യക്തമാക്കാമോ? പഠനം എന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനുള്ള പല സെൻസ് ഓർഗൻസുമായിട്ടാണ് കുഞ്ഞു ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ഈ സെൻസ് ഓർഗൻസ് ആണ് ഔട്ട്സൈഡ് എൻവിറോൺമെൻറ്റുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്, അതായത് ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അതുവഴി ലഭിക്കുന്ന പുറത്തു നിന്നുള്ള സംവേദനങ്ങൾ, അതായത് സ്റ്റിമുലേഷൻസ് ആണ് ഈ കുട്ടിയുടെ ബ്രെയിനിൽ കടന്നു ചെല്ലുകയും അവിടെ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിനുള്ള അഡാപ്റ്റീവ് റെസ്പോൺസസ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിന് ആ പ്രക്രിയയാണല്ലോ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് പഠനം അല്ലെങ്കിൽ അക്കാഡമിക് ഡിസബിലിറ്റി തന്നെയല്ല, അതിനു മുമ്പ് ഉള്ള സമയത്തുള്ള ലേണിംഗ് ഇഷ്യൂസിനെ വരെ കോസ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. എൻവയോൺമെൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഉടനെ പ്രോപ്പറായിട്ട് നമ്മുടെ ഓർഗൻസ് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൂടി ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അത് ശരിയായ രീതിയിൽ നടക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അത് വളരെയധികം തലച്ചോറിൻ്റെ ഏകീപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സെൻസറി ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അത് തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ പ്രോഡക്റ്റാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെ നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ബ്രെയിനിൻ്റെ ഈ ഫങ്ഷൻ മൂലമാണ്. അതായത് സെൻസറി ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഏകീപനം എന്ന് പറയും. ഏകീപനം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സംവേദനങ്ങളുടെ ഏകീകരണം എന്ന് പറയും. അതിൽ നിന്നാണ് ഒരു അഡാപ്റ്റീവ് റെസ്പോൺസ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നത്. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധിപരമായിട്ട് കുറവ്, ലോ IQ
അങ്ങനെ വേണമെന്നില്ല. നല്ല ഹൈ ഐക്യു ഉള്ള കുഞ്ഞുങ്ങൾക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം അല്ലേ? നല്ല ബുദ്ധിയുള്ള പിള്ളേർക്ക് ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോൾ ഈ ബുദ്ധിയുടെ കുഴപ്പം കൊണ്ടല്ല, അല്ല, ബുദ്ധിയുടെ കുഴപ്പം കൊണ്ടല്ല. അത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. അച്ഛൻ പറഞ്ഞത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാറ്റഗറി, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയുമാണ്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ ഡെഫിനറ്റായിട്ട് ദർ വിൽ ബി ഇഞ്ചുറി, തലച്ചോറിന് ഒരു ക്ഷതം കാണും. അതുവഴി ഈ സംവേദനങ്ങൾ ക്ലിയറായിട്ട് പാസ് ചെയ്യുന്നില്ലായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന റെസ്പോൺസ് ഇഷ്യൂ ആണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിലുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ അങ്ങനെയല്ല. അപ്പോൾ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം. ഈ കഴിഞ്ഞിടയ്ക്ക് കൗൺസിലിങ്ങിന് വന്ന ഒരു പിതാവ് എന്നോട് പറഞ്ഞൊരു സംഗതി, ഫാദറെ, ഇവന് നല്ല ബുദ്ധിയാണ്, എല്ലാ വിഷയത്തിനും ഇവന് 90-ൽ കൂടുതൽ മാർക്കുണ്ട്, പക്ഷേ കണക്കിന് ഇവൻ ഒരിക്കലും ജയിച്ചിട്ടില്ല. ഇവൻ്റെ അധിക പ്രസംഗമല്ലയോ ഫാദറെ അത്? ഇവനത് വേണമെങ്കിൽ അതിന് കണക്ക് പഠിക്കരുതാഞ്ഞോ? എല്ലാ വിഷയത്തിനും 90-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ഇവന് ബുദ്ധിയുണ്ടല്ലോ, അപ്പോൾ ഇവന് കണക്ക് പഠിച്ചാലുള്ള കുഴപ്പം എന്നാ? ആ മേഖലയിൽ ഫാദറിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എല്ലാ വിഷയവും നന്നായിട്ട് പഠിക്കും, കണക്ക് മാത്രം ഇവൻ ജയിക്കുകയില്ല. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോഴേ ഇതിന് വിവിധ മേഖലകളുണ്ടല്ലോ അല്ലേ? അതൊന്ന് പറഞ്ഞ് വ്യക്തമാക്കാവോ എന്താണെന്നുള്ളത്? ആദ്യം ഞാൻ ഈ അച്ഛൻ പറഞ്ഞല്ലോ, ഐക്യൂയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് അവന് ബുദ്ധിയുണ്ട് എന്ന് പിതാവ് പറഞ്ഞു, അതിൻ്റെ ഫാദർ പറഞ്ഞു. അപ്പോൾ അത് കാണിക്കുന്നത് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ, ഐക്യു ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ കുട്ടിക്ക് ആവറേജ് ഓർ എബവ് ആവറേജ് ഇൻ്റലിജൻസ് കാണും. ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതായത് കുട്ടിക്ക് ആവറേജ് ആൻഡ് എബവ് ആവറേജ് ഐക്യു ഉണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റ് ഡിഫക്ട്സ്, അതായത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന പല രീതിയിലുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി ഉള്ള കുട്ടികളെ മാത്രമേ ലേണിംഗ് ഡിസേബിൾഡ് എന്ന് ഇപ്പോൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ദേ വിൽ കം അണ്ടർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. അതെ 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 അതെ, ദാറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഏതൊക്കെ മേഖലകളിലാണ് കാണുന്നതെന്ന്, ഞാനിപ്പോൾ മാത്സിൻ്റെ കാര്യം പറയാം എന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ മേഖലകളിലാണ് ഇത് കാണുന്നതെന്ന് പറയാമോ? ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസ്ലെക്സിയ, അതായത് റീഡിംഗ് ഡിസബിലിറ്റി എന്ന് പറയും. അതായത് റീഡിംഗ് ഡിസോർഡർ, ചൈൽഡിന്, കുട്ടിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അതാണ് ഡിസ്ലെക്സിയ. കൂട്ടി വായിക്കാൻ, അങ്ങനെ സൗണ്ട് ബ്ലെൻഡ് ചെയ്ത് വായിക്കാൻ, സ്പീഡിൽ വായിക്കാൻ, ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ, അതുപോലെ ആർട്ടിക്കുലേഷൻ ഇഷ്യൂസ്, അതായത് വേറെ രീതിയിൽ ഇപ്പം WART, റാബിറ്റ് എന്നുള്ളതിന് റാബിറ്റ് വല്ലാതെ വായിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഡിസ്ലെക്സിയയിൽ നമ്മൾ കാണും. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ അതർ സ്കിൽ പ്രോബ്ലംസും കാണും. അതായത് അതർ സ്കിൽ എന്ന് വെച്ചാൽ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയും. അതായത് കുട്ടിക്ക് സെൽഫ് എസ്റ്റീം പുവറായിരിക്കും. അതിന് റീസൺ ചിലപ്പം ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ കളിയാക്കുന്നത് കൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീം തന്നെ ഡൗൺ ആയിരിക്കും. അതാണ് അതർ സ്കിൽ റിലേറ്റഡ് ടു ഈ ഡിസ്ലെക്സിയുമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിഷ്വോ സ്പേഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയും. അതായത് ചില വഴി, ഒരു ലൊക്കേഷനിലേക്കുള്ള വഴി പ്രത്യേകമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഞങ്ങളതിനെ പെർസെപ്ച്വൽ ഇഷ്യൂസ് എന്ന് പറയും. ആ പെർസെപ്ച്വൽ ഇഷ്യൂസും കൂടെ ഈ ഡിസ്ലെക്സിയയുടെ കൂടെ, അതായത് റീഡിംഗ് പ്രോബ്ലത്തിൻ്റെ കൂടെ ചിലപ്പോൾ കാണാമായിരിക്കും. ആ പ്രോബ്ലം കൂടെ, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഡിസ്ഗ്രാഫിയ എന്ന് പറയും. അതായത് റൈറ്റിംഗ് ഇഷ്യൂ. ഈ കുട്ടിക്ക് നന്നായിട്ട് പെൻസിൽ പിടിക്കാനോ എഴുതാനോ ഉള്ള ബുദ്ധിമുട്ട് കാണിക്കും. എഴുതിയാൽ തന്നെ ലെജിബിലിറ്റി, അല്ലെങ്കിൽ എഴുതിയത് വായിക്കാൻ മറ്റുള്ളവർക്ക് പാടായിട്ട് വരും. അഴുക്കായ ഹാൻഡ് റൈറ്റിങ്, സ്പീഡ് കുറവായിരിക്കും. സ്പെല്ലിംഗ് തിരിച്ചു മറിച്ച് മാറ്റിയൊക്കെ എഴുതാറില്ലേ? ഉണ്ട്. സ്പെല്ലിംഗ് പ്രോബ്ലവും ഇതിൻ്റെ കൂടെ കാണുന്ന പ്രോബ്ലം, ഡിസ്ഗ്രാഫിയയുടെ കൂടെ കാണുന്ന പ്രോബ്ലമാണ് സ്പെല്ലിംഗ് ഇഷ്യൂവും. അതുപോലെ റോങ് ആയിട്ട് വേർഡ്സ് ഫോം ചെയ്യുക,
മിസ്പെല്ല് ചെയ്യുക, അത് റൈറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഡിസ്ഗ്രാഫിയയിൽ എന്ന പ്രോബ്ലത്തിൽ കാണാറുണ്ട്. അപ്പം ഹോൾഡിങ്ങിൻ്റെ പ്രോബ്ലവും ഉണ്ട്, അതുപോലെ തന്നെ ലെജിബിലിറ്റി ഓഫ് ദ ഹാൻഡ് റൈറ്റിംഗ് അവിടെയും ആ ഇഷ്യൂ കാണും. അത് രണ്ടിടത്തുമാണ് ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത്. അത് ഡിസ്ഗ്രാഫിയ. തേർഡ് വൺ ഇസ് ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഡിസ്പ്രാക്സിയ മീൻസ് ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന കമാൻഡ്സ് ഒബേ ചെയ്യാനായിട്ട് പറ്റാതെ വരിക. അതായത് ഇപ്പം ആരപ്പം ടീച്ചർ പറയും നിങ്ങൾ ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാവർക്കും എഴുന്നേക്കാം, ഇങ്ങനെയുള്ള കമാൻഡ്സ് കൊടുക്കുമ്പോൾ ബാക്കി കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇഷ്യൂ റിയൽ ഇഷ്യൂ ഡിസ്പ്രാക്സിക് ഇഷ്യൂ ആണ്. അതായത് കുട്ടി കേൾക്കുന്നുണ്ട്, കേൾവി പരിശോധിച്ചാൽ കേൾവിയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സെൻസറി പ്രോബ്ലംസ് എക്സ്ക്ലൂഡ് ചെയ്ത പ്രോബ്ലത്തെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. അതായത് വിഷ്വൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ, കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ട് വരും, പക്ഷേ അത് ഈ കാറ്റഗറിയിൽ വരത്തില്ല. ഇനിയും ഹിയറിംഗ് പ്രോബ്ലം ഉള്ളത് അതും ഒരു സെൻസറി ഇഷ്യൂ ആണ്. പക്ഷേ ഈ സെൻസറി ഇഷ്യൂ ഉണ്ടെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റൂൾ ഔട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഡിസ്പ്രാക്സിയ, ടീച്ചർ കമാൻഡ് കൊടുക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നുമുണ്ട്, ഈ കുട്ടി തിരിഞ്ഞു നോക്കുന്നു, അറിയത്തില്ല, കമാൻഡ് കേട്ടിട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വൺ ഫോം ഓഫ് ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഇനി മറ്റേ കുട്ടികൾ എഴുന്നേക്കുന്ന കാണുമ്പം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചിലപ്പം ചില കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് വരാം. പക്ഷേ സിംഗിളായിട്ട് തന്നെത്താനെ ഇരിക്കുമ്പം ഒരു കമാൻഡ് കേട്ടാൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലായിരിക്കും. അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഡിസ്പ്രാക്സിയ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെഫിഷ്യൻസിയും ഫൈൻ മോട്ടോറിലും ഈ ഇഷ്യൂ തന്നെ കാണും. അതായത് ശരീരത്തിലെ വലിയ മസിലുകളുടെ ചലനം കൊണ്ട് നടക്കുന്ന ഓടുക, ചാടുക, എഴുന്നേൽക്കുക, ഇരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നത്തിലും വരും. അതുപോലെ ചെറിയ മസിൽസിൻ്റെ വർക്കായിട്ട് ഡെക്സ്ചറിറ്റി, അതായത് ഫൈൻ മോട്ടോർ ടാസ്ക് എന്ന് പറയും, എഴുതുക അല്ലെങ്കിൽ ബട്ടൺസ് ഇടുക, ഇങ്ങനെയുള്ള ഇഷ്യൂസിലും ആ പ്രശ്നം എവിടെ ഉണ്ടാകും, ഡിസ്പ്രാക്സിയ എന്നുള്ള പ്രോബ്ലം. പിന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, അത് എഫേസിയ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് സംസാരിക്കാനുള്ള സ്പീച്ച് ഡിലേ ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ലാത്ത ഒരവസ്ഥ, അതാണ് ലേണിംഗ് റിലേറ്റഡ് ഡിസബിലിറ്റി എന്ന് പറയും. ഇനിയും വേറെ ഒരു കാര്യം കൂടെ ഉള്ളത് സെൻസറി പ്രോസസ്സിംഗ് ഡിഫക്റ്റ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. സെൻസറി പ്രോസസ്സിംഗ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിഫക്റ്റ്, അതാണ് മെയിനായിട്ടും ലേണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലം. അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണല്ലോ ലേണിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണല്ലോ ലേണിംഗ്. ആ പ്രോബ്ലത്തിനുണ്ടാകുന്ന ഇഷ്യൂ. അപ്പം അതിനകത്ത് 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് വിഷ്വൽ പ്രോസസ്സിംഗ് ഡിഫക്റ്റ് ഉണ്ട്, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിഫക്റ്റ് ഉണ്ട്. വിഷ്വൽ പ്രോസസ്സിംഗ് ഡിഫക്റ്റിൽ കണ്ട് പഠിക്കാനുള്ള കഴിവില്ലായ്മ, അവർക്ക് കേട്ട് പഠിക്കാൻ ചിലപ്പം കഴിവുണ്ടായിരിക്കും. ഇനി ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിഫക്റ്റ് ഉള്ളവർക്ക് കേട്ട് പഠിക്കാൻ കഴിവില്ല, കണ്ടുപഠിക്കാൻ കഴിവുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം ടൈപ്പ് ഡിസബിലിറ്റീസ് ആണ്. ടൈപ്സ് ഓഫ് ലേണിംഗ്, സോറി അത് ഐ ഫോർഗോട്ട്. ഡിസ്കാൽക്കുലിയ ഉണ്ട്, അതാണ് മെയിൻ. അച്ഛൻ മുമ്പേ പറഞ്ഞ മാത്സിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞത് അതാണ്. അപ്പം അത് എവിഡൻ്റ് ആകുന്നത് ഫസ്റ്റ് ഒരു 2.5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിക്ക് അരിത്തമെറ്റിക് സ്കില്ലിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതായത് സോർട്ടിങ് ആൻഡ് മാച്ചിങ് 2.5 വയസ്സ് തൊട്ടേ, അതാണ് അരിത്തമെറ്റിക് സ്കില്ലിന്റെ ബേസിക് എന്ന് പറയുന്ന അതാണ്. അവിടെ മുതലേ നമുക്ക് ഈ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ അരിത്തമെറ്റിക്കിന്റെ ബേസിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഉദ്ദേശിക്കുന്നത്, ഈ 1 1 2 എന്നുള്ളതാണോ അതോ എന്തോ? അതുകൊണ്ട് പറയാം. അത് മാച്ചിങ് ആൻഡ് സോർട്ടിങ് സ്കില്ലെന്ന് പറഞ്ഞ് ഇപ്പം ടോയ്സ്, ഒരേ കളറുള്ള ടോയ്സ് എല്ലാം മോനെ എടുത്തതാ എന്ന് പറഞ്ഞാൽ, അതായത് അങ്ങനെ കളർ മാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലേ ഐറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഒരുമിച്ച് വെക്കുന്നു,
ഇതെല്ലാം മാച്ചിങ് സോർട്ടിങ്, അതായത് അരിത്തമെറ്റിക് സ്കില്ലിൻ്റെ ബേസിക് ആണത്. അപ്പോൾ അവിടെ മുതലേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ യൂഷ്വലി സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് മാത്സ് പഠിച്ച് തുടങ്ങുമ്പോഴാണ് ഈ കാര്യം എവിഡൻ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നത്. കൊച്ചുകുട്ടിയല്ലേ, അവനത് പഠിച്ചോളും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലേ, അവൻ്റെ അപ്പന് അല്ലേ, അപ്പൻ്റെ അപ്പന് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ആ സമയത്ത് ഈ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുകയും സ്കൂളിൽ വിട്ട് കഴിയുമ്പം അവിടെ മാർക്ക് കുറഞ്ഞു എന്നുള്ളൊരു കാര്യം അതും ഇനീഷ്യലി, അതായത് ചിലപ്പം LKG UKG പ്രീ ക്ലാസ്സുകളിൽ എവിഡൻ്റ് ആകും. അതായത് കൗണ്ടിങ്ങിനുള്ള ഇഷ്യൂസ് വരും. അതുപോലെ അല്പം കൂടെ കഴിഞ്ഞാൽ മണി ഹാൻഡിലിങ്ങിൻ്റെ ഇഷ്യൂ വരും, അല്ലെങ്കിൽ റീഡിങ് ദ ടൈമിൻ്റെ ഇഷ്യൂ വരും. ഈ പ്രശ്നങ്ങളെല്ലാം ഡിസ്കാൽക്കുലിയയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. പിന്നെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് ഇനീഷ്യൽ ക്ലാസ്സസിൽ, അതായത് ഇപ്പം പ്രീ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ക്ലാസ്സുകളിൽ അവർക്ക് മാത്സ് ചിലപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ അല്പം കൂടെ വലിയ ക്ലാസ്സുകളിൽ ചെല്ലുമ്പം അതിൻ്റെ റീസൺ അവർ റൂട്ട് മെമ്മറിയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അതായത് കാണാതെ പഠിക്കും, സംഖ്യകൾ കാണാതെ പഠിക്കും, ഈവൻ പ്രോബ്ലംസ് പോലും കാണാതെ പഠിക്കും. എന്നിട്ട് അതേ ആൻസർ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് മാർക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ പിന്നെ കൺസെപ്റ്റ്സ് യൂസ് ചെയ്യേണ്ട സമയം വരുമ്പം, അതായത് ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിനുള്ള ഡിഫിക്കൽറ്റി എവിഡൻ്റ് ആയി തുടങ്ങും. ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഈ ഇഷ്യൂസിലൊക്കെ അല്പം കൂടെ വലുതായി കഴിഞ്ഞാണ് ഈ ഇഷ്യൂ എവിഡൻ്റ് ആകുന്നത്. അതായത് ഡിസ്കാൽക്കുലിയ എന്നുള്ള പ്രോബ്ലവും വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി തന്നെ. അപ്പം ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഈ മേഖലയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഇതൊരുപാട് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഈ മേഖലകൾ, ഡിസ്കാൽക്കുലായി, ഡിസ്ലെക്സിയ, ഇങ്ങനെയൊക്കെയുള്ള ഈ സംഗതികൾ ഒന്ന് ബ്രീഫായിട്ട് ഇന്നതാണ് എന്നൊന്ന് ബ്രീഫായിട്ട് ഒന്നോട് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ ഡിസ്ലെക്സിയ റീഡിങ്ങിലുള്ള റീഡിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം. സെക്കൻഡ് വൺ ഇസ് ഡിസ്ഗ്രാഫിയ ഇസ് റൈറ്റിംഗ് ഡിസോർഡർ, ബുദ്ധിമുട്ട്, ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഡെഫിഷ്യൻസിയും ഡിസ്ഗ്രാഫിയ വരും. തേർഡ് വൺ ഡിസ്പ്രാക്സിയ ഇസ് ഡിഫിക്കൽറ്റി ടു ഒബേ കമാൻഡ്സ്, അല്ലെങ്കിൽ ഒരു കാര്യം പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മ. ഫോർത്ത് വൺ ഡിസ്കാൽക്കുലിയ, അതായത് മാത്സിന്റെ കൺസെപ്റ്റ്സും കൗണ്ടിങ്ങും നമ്പേഴ്സുമായിട്ടുള്ള ഡിഫിക്കൽറ്റീസ്, അതാണ്. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിഫക്റ്റ് എന്ന് പറയും. അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വിഷ്വൽ പ്രോസസ്സിംഗ് ഡിഫക്റ്റും, അത് കണ്ട് പഠിക്കാനുള്ള കഴിവില്ലായ്മ. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിഫക്റ്റ്, കേട്ട് പഠിക്കാനുള്ള കഴിവില്ലായ്മ. ഇത്രയുമാണ്. വളരെ പ്രധാനപ്പെട്ടതായുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ. ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ സാധാരണഗതിയിൽ അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ കണക്കിന് ജയിക്കാത്തവനെ നീ ഉഴപ്പനാണ്, മണ്ടനാണ്, വായിക്കാത്തവനെ നീ വായിച്ച് പഠിക്കാഞ്ഞിട്ടാണ്, എഴുതാൻ പ്രശ്നമുള്ളവനെ നീ എഴുതി പഠിക്കാഞ്ഞിട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ കുഞ്ഞുങ്ങളെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രത്യേക മാർഗങ്ങളുണ്ടോ? പ്രത്യേകിച്ച് സ്കൂളിലെ ടീച്ചേഴ്സിന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിന് വല്ല മാർഗം വല്ലതും ഉണ്ടോ? ഉണ്ട്. അത് മോട്ടോ ഡെവലപ്മെൻറ്റ്, അതായത് ചലനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ്. ആ മൈൽ സ്റ്റോൺസ് ചിലപ്പം ചില കുട്ടികൾക്ക് അത് വളരെ എവിഡൻ്റ് ആണ്. അതായത് എല്ലാവരും നോട്ട് ചെയ്യുന്ന കാര്യം, 1 വയസ്സായിട്ടും കുഞ്ഞ് നടന്നില്ല, അല്ലെങ്കിൽ 1.25 വയസ്സായിട്ടും ഇൻഡിപെൻഡൻ്റ് നടക്കാറായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കണ്ടാൽ തന്നെ കോമൺ മാന് തന്നെ മനസ്സിലാകുന്നതാണ്. അപ്പം അതായത് ഈ മൈൽ സ്റ്റോണിലുള്ള ഡിലേ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ പീഡിയാട്രീഷ്യനോട് ഈ കാര്യം പറയുകയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അപ്പം തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ അപ്പം 1 to 2 ഇയേഴ്സിലെ ഡെവലപ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻറ്റൽ സീക്വൻസ് എന്താണെന്നുള്ളത് ഇപ്പം ഇന്നിപ്പം യൂട്യൂബും അല്ലെങ്കിൽ ഇങ്ങനത്തെ ജനറൽ അവയർനെസ് വളരെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ പേരൻസിനും, ലിറ്ററേറ്റ് ആയിട്ടുള്ള എല്ലാ പേരൻസിനും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതാണ്. ഓരോ ഏജിലും കുട്ടികൾ എന്തെല്ലാം രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് പുറത്ത് കാണിക്കുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച്, അതായത് ഡെവലപ്മെൻ്റ് എന്ന് ഞാൻ പറയുമ്പം ഇതിന് പല മേഖലകളുണ്ട്. അതാണ് ഒന്ന് ഗ്രോസ് മോട്ടോർ, അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ, വലിയ ശരീരത്തിൻ്റെ വലിയ ചലനങ്ങൾ, ഫൈൻ മോട്ടോർ ചെറിയ മസിലിൻ്റെ ചലനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നടക്കേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നടക്കാതെ വരിക, വർത്തമാനം പറയേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വർത്തമാനം പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുമ്പോൾ ഇത് ഏതോ രീതിയിലുള്ള ഒരു ഡിലേ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തക്ക സമയത്ത് ഡോക്ടർമാരുമായിട്ട് അത് ചർച്ച ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പറയാമോ? ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഐഡന്റിഫൈ, ഇപ്പൊ സ്കൂൾ അല്ല, ഏർലി ഐഡന്റിഫിക്കേഷൻ എന്താ ഞാൻ അതിങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, ഏർലി ഡിറ്റക്ഷന് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ വേണ്ടത്. അതായത് പേരൻസ് തന്നെ ഇതിനെക്കുറിച്ച് അവെയർ ആകുക എന്ന് പറയുന്നതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സൊല്യൂഷനായിട്ട് മാത്രമേ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, അതായത് ഇപ്പോൾ ഒരു 3.5 മുതലേ പ്രീ സ്കൂൾസിൽ ഇവർ പോയി തുടങ്ങത്തുള്ളൂ. അന്നേരം ടീച്ചേഴ്സിനും ഈ കാര്യത്തെക്കുറിച്ച് അവെയർനെസ് ഉണ്ടെങ്കിൽ, അതായത് ഈ കോഗ്നിറ്റീവ് സ്കില്ലിനെ കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടെങ്കിൽ, അതിനു മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ അതിനു മുമ്പ് തന്നെ കണ്ടു തുടങ്ങും. 3 ഇയേഴ്സ് കോഗ്നിറ്റീവ് സ്കില്ലും സ്പീച്ചിൻ്റെ സ്കില്ലുമാണ് അല്പം ലേറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ആ സ്കില്ലിനെ കുറിച്ച് ടീച്ചേഴ്സിന് അവെയർ ആകാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തോ, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റിനെ, അതായത് ഇതിൻ്റെ സീക്വൻസ്, ഡെവലപ്മെൻറ്റൽ സീക്വൻസിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിലും ഒരു ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേകം കാര്യം, ഇപ്പോഴത്തെ നമ്മളുടെ കൾച്ചറിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ടീച്ചറും മറ്റു കുട്ടികളും കളിയാക്കുക എന്ന് പറയുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഞാനതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ ലാക്ക് ഓഫ് അവെയർനെസ്സിൻ്റെ കൂട്ടത്തിലാണ്. അത് സീരിയസ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് അത് ബാധിക്കും എന്നുള്ള ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങൾ എങ്ങനെ ഈ ലേണിംഗ് ഡിസബിലിറ്റി കുഞ്ഞുങ്ങളിൽ ആരംഭിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ, ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ മേഖലകളിൽ പഠന വൈകല്യങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം, ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വളരെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് തന്നുകൊണ്ടിരുന്നത്. അതിന് വളരെ നന്ദിയുണ്ട്. ഇത് തുടർന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം.